ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ടേസ്റ്റി ഡിലൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പപ്പായ വെച്ചിട്ടൊരു കിച്ചടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പപ്പായ കിച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള പപ്പായയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതധികം മൂത്തതുമല്ല, എന്നാൽ അധികം കിളുന്തുമല്ലാത്തൊരു പപ്പായയാണ്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നമുക്കിതിന് എടുക്കണം. ഇതിൻ്റെ കുരുവൊക്കെ ചെറിയ കറുപ്പ് നിറം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയ മൂപ്പേ ഈ പപ്പായക്ക് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ തൊലി കളയുമ്പോൾ എല്ലാ പച്ച കളറും കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കിച്ചടിക്ക് ചെറിയ കയ്പ്പ് രസം ഉണ്ടാവാൻ കാരണമാവും. ഇനി പപ്പായ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം ഒരുപോലെ ആയിരിക്കണം അരിയേണ്ടത്. പപ്പായ നമ്മുടെ അരിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റണം. ബൗളിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരൊറ്റ തവണ നമുക്ക് ഇതിനൊന്ന് കഴുകിയെടുക്കണം. ഇതിന് കുറച്ച് പശയൊക്കെ ഉണ്ടാവും. ആ പശ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴുകി എടുക്കേണ്ടി വരുന്നത്. സാധാരണ പച്ചക്കറികളൊന്നും അരിഞ്ഞിട്ട് കഴുകാൻ പാടില്ലാത്തതാണ്. അപ്പം ഞാനിതിനെ ഒരു കടായിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതിനെ വേവിക്കാൻ വെക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പപ്പായ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ജലാംശം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം മതി വേവാനായിട്ട്. അപ്പം നമ്മുടെ പപ്പായ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. പപ്പായ വെന്തിട്ടില്ല. ഇനി നമുക്ക് കിച്ചടിക്കായിട്ട് അരപ്പൊക്കെ തയ്യാറാക്കണം. അതിനുവേണ്ടി തേങ്ങ ഇവിടെ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു. 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് കിച്ചടിക്ക് വളരെ കുറച്ച് എരിവ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1.5 വലിയ പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. 3 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 200 മില്ലി തൈരാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കിച്ചടിക്കായിട്ട്. അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക്. കറിവേപ്പില ചേർക്കാനായിട്ട് നേരത്തെ വിട്ടുപോയിരുന്നു. അപ്പോൾ കറിവേപ്പില ചേർത്ത് അരച്ചെടുത്തതാണിത്. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പപ്പായ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. പപ്പായയിൽ ചെറുതായിട്ട് വെള്ളമുണ്ട്. പപ്പായ കണ്ട വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് ഞാൻ തുറന്ന് വയ്ക്കുമ്പോൾ തന്നെ പപ്പായയിലെ വെള്ളം നന്നായിട്ട് വറ്റിക്കോളും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് സ്റ്റൗ കത്തിക്കാം. ഇത് അരപ്പൊക്കെ നന്നായി മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളതിലേക്ക് തൈര് മാത്രമാണ്. തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, തൈര് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പപ്പായയും അരപ്പും തൈരും ഒക്കെ കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം സ്റ്റൗവിൽ നിന്ന്. മാറ്റി വയ്ക്കാനുള്ളതായിട്ടുണ്ട്. നമുക്കിനി വറുത്തിടാനായിട്ട് വേറൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. വറുത്തിടാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നമ്മുടെ കിച്ചടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കിച്ചടിയാണിത്. പപ്പായ ആണെന്ന് കരുതി ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. ഭയങ്കര ടേസ്റ്റുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ചേർക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ബൈ.